മിനിമം എക്സ്പ്ലെയിൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 21ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. സെൻറ്റർ കേന്ദ്രം ഒറിജിനാന്ന് തന്നിട്ടുണ്ട്. കോർഡിനേറ്റ് അപ്പോൾ 0 0. OABC എന്നുള്ളത് പാരലോഗ്രാം സാമാന്തരികം. OAയും OCയും അതിൻ്റെ റേഡിയസ് അത് ഈക്വലാണ്. ഇവിടെ C എന്നുള്ള പോയിൻ്റ് 1 1 തന്നിട്ടുള്ളത് കൊണ്ട് P എന്നുള്ള പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരച്ചാൽ ഈ P എന്നുള്ള പോയിൻ്റ് ഒറിജിനിൽ നിന്ന് ഈ 1 യൂണിറ്റ് ഡിസ്റ്റൻസ് മാറിയാണ്. അതേപോലെ H എന്നുള്ളതും 1 യൂണിറ്റ്. Therefore OP square plus H square equal to OC square. OC square equal to 1 square plus 1 square equal to 2. Therefore OC equal to √2. OC √2 ആയതുകൊണ്ട് OAയും √2 ആയിരിക്കും. Area of this parallelogram OABC equal to base into height. Base ഇവിടെ √2 കിട്ടി, height 1. Therefore this area of this parallelogram equal to √2 into 1 equal to √2 യൂണിറ്റ്. ഓക്കെ. ക്വസ്റ്റ്യൻ 22ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ തന്നിട്ടുള്ള ഒരു സർക്കിളുണ്ട്. അതിലെ പോയിൻറ്റ്സ് ആണ് A, C, B, P. പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഒരു ടാൻജൻ്റ് ആണ്. B എന്ന പോയിൻറ്റിൽ കൂടുള്ള ടാൻജൻ്റ് തൊടുവരയാണ് BT എന്ന് പറയുന്നത്. പിന്നെ തന്നിരിക്കുന്നത് AC ഈക്വൽ ടു BC. ACയും BCയും ലെങ്ത് ഈക്വലാന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് ആംഗിൾസാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ ACBയും ആംഗിൾ CBT. ആംഗിൾ ACB നോക്കിയാൽ ക്വാഡ്രിലാറ്ററൽ APBC നോക്കിക്കേ. ഇതിൻ്റെ 4 വെർട്ടീസസും ഈ സർക്കിളിലാണ്. അതുകൊണ്ട് ഇത് സൈക്ലിക്കാണ്, ചക്രീയ ചതുർഭുജമാണ്. അതുകൊണ്ട് ഓപ്പോസിറ്റ്സ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് ആംഗിൾ Pയുടെയും ആംഗിൾ Cയുടെയും ആംഗിൾ ആഡ് ചെയ്താൽ 180 കിട്ടും. ഇത് ഒരു ആംഗിൾ 70 തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആംഗിൾ C എന്ന് പറയുന്ന 180 മൈനസ് 70 ഈക്വൽ ടു 110. അപ്പം നമുക്ക് ആംഗിൾ C 110 കിട്ടി. ACയും BCയും ഈക്വലാണ്. അതുകൊണ്ട് ഈ കൺസിഡർ ദ ട്രയാങ്കിൾ ABC. ദീസ് 2 ആംഗിൾസ് ആർ ഈക്വൽ. ഈ രണ്ട് സൈഡ്സിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഈ ആംഗിൾസ് രണ്ട് ഈക്വൽ. ഇത് 110 ആണ്. അതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസും കൂടെ ആഡ് ചെയ്താൽ 70 വരത്തുള്ളൂ. 180 നിന്ന് 110 കുറയ്ക്കുമ്പം നമുക്ക് 70 കിട്ടും. അത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ആംഗിളും 35, ഈ ആംഗിളും 35 കിട്ടും. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ആംഗിൾ CBT ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ ആംഗിൾ 35 കിട്ടി. ഓക്കെ. ഈ ആംഗിൾ Pയും ഈ കോഡും ഈ ടാൻജൻറ്റും കൂടുള്ള ഈ ആംഗിൾ ABT എന്നുള്ളത് 70. ഇത് 70 ആയതുകൊണ്ട് ഈ ആംഗിൾ ടോട്ടൽ ആംഗിൾ 70 ആയിരിക്കും. അതിൻ്റെ ഈ ഇടയ്ക്കുള്ള ഈ ആംഗിൾ 35 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആംഗിൾ CBT ഈക്വൽ ടു 70 മൈനസ് 35 ഈക്വൽ ടു 35. ഓക്കെ. 23rd ക്വസ്റ്റ്യൻ. 23ാമത്തേത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. ഒരു ബോയ് A എന്ന പൊസിഷനിൽ നിന്ന് ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് നോക്കുമ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ 35. ആ കുട്ടി 10 മീറ്റേഴ്സ് മുൻപോട്ട് നടന്നു ബിൽഡിങ്ങിൻ്റെ അടുത്തോട്ട്. അവിടെ നോക്കുമ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ 70 ഡിഗ്രി. ഇത് വെച്ചുകൊണ്ടൊരു റഫ് സ്കെച്ച് വരയ്ക്കാൻ പറഞ്ഞാൽ അത് ഇതാണ്. എന്നിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഇവിടെ ആംഗിൾസ് നോട്ട് ചെയ്യുക. 35 70യുമാണ്. 35ൻ്റെ ഡബിൾ 70. ഇങ്ങനെ വരുമ്പോൾ ഈ പെട്ടെന്നൊരു സ്റ്റെപ്പിൽ നമ്മൾക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. ആംഗിൾ CBD തന്നിട്ടുണ്ട് 70 ആംഗിൾ ഓഫ് എലിവേഷൻ. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തുള്ള ആംഗിൾ ലീനിയർ പെയർ രേഖീയ ജോഡി ആയതുകൊണ്ട് ആംഗിൾ ABD എന്നുള്ളത് 110 കിട്ടും. 110 ആകുമ്പോൾ അടുത്തുള്ള രണ്ട് ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പം 70 ആണ്. ഇവിടെ 35 എന്ന് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ഈ ആംഗിൾ 35 ആയിരിക്കും. നോക്കിയാൽ രണ്ട് ആംഗിൾ സെയിം ആണ്. അപ്പോൾ ഇതിന് ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഈ സൈഡും ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഈ സൈഡും ഈക്വലാണ്. ഇത് 10 ആയതുകൊണ്ട് അപ്പോൾ ഈ സൈഡ് BDയും 10 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ സൈഡും കിട്ടി. BD എന്നുള്ളത് 10. ഇപ്പോൾ കൺസിഡർ ദ ട്രയാങ്കിൾ BCD എന്നുള്ള ട്രയാങ്കിളിൽ ഈ തന്നിട്ടുള്ള 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റായിട്ടുള്ള സൈഡാണ്, ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് CD. ഈ ആംഗിളിൻ്റെ ഈ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടന്യൂസാണ് BD. അപ്പോൾ ഓപ്പോസിറ്റും ഹൈപ്പോട്ടന്യൂസും കൂടെ വരുമ്പോൾ നമുക്ക് എടുക്കേണ്ട സൈൻ ഓഫ് 70 ഈക്വൽ ടു ഓപ്പോസിറ്റ് H/BD. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ H ഈക്വൽ ടു BD ഇൻറ്റു സൈൻ 70. സൈൻ 70 ഈക്വൽ ടു 0.5
9371. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കഴിഞ്ഞ് ഒരു 0 ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ റൈറ്റിലോട്ട് ഒരു പൊസിഷൻ മാറും. അപ്പോൾ 9.371 അപ്രോക്സിമേറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ 9.37 എന്നുള്ള കറക്റ്റ് ചെയ്യുമ്പോൾ 9.4 മീറ്റർ. ദ ഹൈറ്റ് ഓഫ് ദാറ്റ് ബിൽഡിംഗ് ഈസ് 9.4 മീറ്റർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിക്കണം. 24th ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ഇൻസർക്കിളിൻ്റെ പ്രോബ്ലമാണ്. ട്രയാങ്കിൾ ABC, അത് ആ ഇൻസർക്കിൾ ടച്ച് ചെയ്യുന്ന പോയിൻറ്റ്സ് PQR. AB എന്ന് തന്നിട്ടുള്ളത് 6 സെൻറ്റിമീറ്റർ. AP X ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് BQCR എഴുതാനാണ്. ഈ AB എന്നുള്ളത് 6 സെൻറ്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഇത് X ആണെങ്കിൽ BP എന്ന് പറയുന്നത് 6 - X. ദ ടാൻജൻസ് ഫ്രം ആൻ ഔട്ട്സൈഡ് പോയിൻറ്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ. അപ്പോൾ B എന്ന പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ രണ്ട് ടാൻജൻസ് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ BQയും BPയും ഈക്വലാണ്. അത് കിട്ടും നമുക്ക് 6 - X. അതേപോലെ C എന്ന പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള ടാൻജൻസ് ആണ് CRഉം QCയും. അതെത്രയാണ്? 5 ടോട്ടൽ ആംഗിൾ ഇവിടെ 5, ഇത് X പോയി, ബാക്കിയുള്ളത് 5 - X. എന്നിട്ട് എൻ്റെ സെക്കൻഡ് പാർട്ട് പറഞ്ഞത് കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് AP. ഈ X എന്നുള്ളത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് BC അറിയാം 4 സെൻറ്റിമീറ്റർ. BC എന്ന് പറയുന്നത് BQ + QC ആണ്. BQ അറിയാം 6 - X. QC എത്രയാണ്? 5 - X. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 11 - 2x = 4. That is 11 - 4 = 7. 2x = 7. Therefore, x = 7/2 = 3.5. That is AP = 3.5 സെൻറ്റിമീറ്റർ. അതിൻ്റെ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് വേറൊരു ഫിഗറാണ്. അവിടെ ട്രയാങ്കിൾ XYZ, അത് ഇൻസർക്കിൾ ടച്ച് ചെയ്യുന്ന പോയിൻറ്റ്സ് T മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മൾ Pയും Qയും കൂടെ ഡിനോട്ട് ചെയ്തു. അത് വെച്ച് നമുക്ക് ചെയ്യാം. കൺസിഡർ ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് XY + XZ - YZ എന്നുള്ളത് കൺസിഡർ ചെയ്യുക. ഇതിനകത്തുനിന്ന് നേരത്തെ പറഞ്ഞ കണ്ടീഷൻ വെച്ച് ദ ടാൻജൻസ് ഫ്രം ആൻ ഔട്ട്സൈഡ് പോയിൻറ്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ. Yയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ രണ്ട് ടാൻജൻസും ഈക്വലാണ്. അതേപോലെ ഇസഡിൽ നിന്ന് ഇങ്ങോട്ടുള്ള രണ്ട് ടാൻജൻസ് ഈക്വലാണ്. എക്സിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ രണ്ട് ടാൻജൻസ് ഈക്വൽ. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. YP = YT, PZ = QZ, PZ = QZ. പിന്നുള്ളത് XT = XQ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ XY എന്നുള്ള സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ XT + YT, അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അതേപോലെ XZനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം XQ + QZ. YZനെ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. XTയും ഇവിടെ ഒരു XQ ഉണ്ട്. XQയും XTയും ഈക്വലാണ്. XTയും XQയും ഈക്വലാണ്. അപ്പോൾ XQന് പകരം XT ഇടാൻ പറ്റും. പിന്നുള്ളത് YT + QZ. YTക്ക് ഈക്വലായിട്ടുള്ളത് YP, QZന് ഈക്വലായിട്ടുള്ളത് PZ. അത് രണ്ട് ഈക്വലാണ്. അപ്പം YP + PZ ഇട്ടു. ഈ YT + QZന് പകരമായിട്ട് YP + PZ ഇട്ടു. XT + XT എന്ന് പറഞ്ഞാൽ 2XT. YP + PZ ഫിഗറിൽ നോക്കിക്കേ. YP + PZ എന്ന് പറയുന്നത് YZ. അപ്പോൾ നമുക്ക് കിട്ടി 2XT + YZ. ഇവിടെ ഓൾറെഡി ഉള്ള YZ ഉണ്ട്. അപ്പോൾ YZ - YZ എന്ന് പറയുന്നത് 0. ഇവിടെ ആൻസർ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് = 2XT. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് നമുക്ക് പ്രൂഫ് ഓൾറെഡി ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. 25th ക്വസ്റ്റ്യൻ. A square pyramid is made with a square of sides 12 centimeters and 4 isosceles triangle of equal sides 10 centimeters. Calculate its volume. ഒരു സ്ക്വയർ പിരമിഡ് സമേതര സ്തൂപിയെ ഉണ്ടാക്കുകയാണ്.
അതിൻ്റെ ബേസിൻ്റെ സ്ക്വയറിൻ്റെ ഓരോ സൈഡും 12 സെൻറ്റിമീറ്റേഴ്സ്. ആ സൈഡിലുള്ള 4 ഐസോസെലസ് ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണങ്ങൾ വെച്ച് അതിൻ്റെ ഒരു സൈഡെന്ന് പറഞ്ഞേക്ക് 10 സെൻറ്റിമീറ്റേഴ്സുമാണെങ്കിൽ അതുണ്ടാക്കുന്ന ആ സ്ക്വയർ പിരമിഡിൻ്റെ വോളിയമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം 1/3a²h. അപ്പോൾ എ ഇവിടെ അറിയാം നമുക്ക് 12 സെൻറ്റിമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. പക്ഷേ എച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ഈ എഡ്ജ് തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ. അതിൽ നിന്ന് സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാം. √(e² - a/2)² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ 10 a/2 വരുമ്പോൾ 6. √100 - 36 √64 8 സെൻറ്റിമീറ്റർ. നമുക്ക് എച്ച് ആണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഈ എല്ലും a/2 എച്ചും കൂടെ വെച്ച് h √(L² - a/2)². പിന്നെ അത് മുമ്പത്തെ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ആൻസർ √28. ഇപ്പോൾ എച്ച് എന്നുള്ള ഹൈറ്റ് √28 ആണ്. അപ്പോൾ വോളിയത്തിൻ്റെ ഫോർമുലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/3a എന്നുള്ളത് 12 × 12 × √28. √28നെ നമുക്ക് √7 × 4 എടുക്കാം. അപ്പോൾ √4 എന്ന് പറയുമ്പോൾ 2 വരും. ദാറ്റ് ഈസ് 2 × 48 96 √7 cm³. അപ്പോൾ ഈ സ്ക്വയർ പിരമിഡിൻ്റെ വോളിയം വ്യാപ്തം എന്ന് പറയുന്നത് 96 √7 cm³ ആണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.